സപ്ലൈകോ മാവേലി സൂപ്പർ സ്റ്റോർ മന്ത്രി GR അനിൽ കേരള എസ്റ്റേറ്റ് പഴയകടക്കൽ ഉദ്ഘാടനം ചെയ്തു. 50 വർഷം പിന്നിടുന്ന സപ്ലൈകോ ഈ വർഷം സംസ്ഥാനത്തൊട്ടാകെ 50 പുതിയ മാവേലി ഔട്ട്ലെറ്റുകൾ തുറക്കുമെന്നും ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി GR അനിൽ കരുവാരകുണ്ട് കേരള എസ്റ്റേറ്റിൽ സപ്ലൈകോ മാവേലി സൂപ്പർ സ്റ്റോറിന്റെ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. കേരളത്തിൽ മാവേലി സ്റ്റോറുകൾ ആരംഭിച്ച ഒരു കാലഘട്ടം ഞങ്ങൾക്കെല്ലാം അന്ന് പരിമിതമായി ഒരു നിയോജക മണ്ഡലത്തിൽ ഒരു മാവേലി സ്റ്റോറാണ് യാഥാർത്ഥ്യമാക്കാൻ ലക്ഷ്യമിട്ടത്. പരിമിതമായ ഉൽപ്പന്നങ്ങളാണ് നമുക്കതിലൂടെ വിതരണം ചെയ്യാൻ കഴിയുന്നത്. സബ്സിഡി ഉൽപ്പന്നങ്ങൾ മാത്രം ലഭിക്കുന്ന ഒരു കേന്ദ്രമെന്ന് അതിൽ മാത്രമാണ് വിലക്കുറവുള്ളത് എന്നുള്ളൊരു ധാരണയാണ് പൊതുവിൽ ആളുകൾക്കുള്ളത്. എന്നാൽ ഗവൺമെന്റ് കമ്പനികളുമായി ചർച്ച നടത്തി പരമാവധി വില കുറച്ച് നമ്മുടെ ഷോപ്പുകളിൽ കിട്ടുന്ന ഒരു സൗകര്യം ഒരുക്കിയിട്ടുണ്ട് എന്ന് വ്യാപകമായ പ്രചരണം നടത്തേണ്ടുന്ന ഒരവസ്ഥയാണ്. സപ്ലൈകോയ്ക്ക് സർക്കാർ നൽകാനുള്ള തുക മുഴുവൻ ഉടൻ കൊടുത്തു തീർക്കുമെന്നും സർക്കാരിന്റെ സാമ്പത്തിക പ്രയാസം തീരുന്ന മുറയ്ക്ക് കൂടുതൽ സബ്സിഡി സാധനങ്ങൾ എത്തിച്ച് മാവേലി സ്റ്റോറുകൾ സജീവമാക്കുമെന്നും മന്ത്രി പറഞ്ഞു. AP അനിൽകുമാർ MLA അധ്യക്ഷത വഹിച്ചു. പൊതുവിപണിയിൽ നിത്യോപയോഗ സാധനങ്ങൾക്കെല്ലാം സാധാരണക്കാരന് താങ്ങാനാവാത്ത തരത്തിൽ അമിതമായ വിലക്കയറ്റം കൊണ്ട് പൊറുതിമുട്ടുന്ന സാഹചര്യത്തിൽ സപ്ലൈകോ മാവേലി സ്റ്റോറുകൾ വഴിയുള്ള പൊതുവിതരണം കാര്യക്ഷമമാക്കണമെന്ന് അനിൽകുമാർ MLA തന്റെ അധ്യക്ഷ പ്രസംഗത്തിൽ സൂചിപ്പിച്ചു. ആദ്യ വിൽപ്പന ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് K തങ്കമ്മു നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VS പൊന്നമ്മ, വൈസ് പ്രസിഡന്റ് മഠത്തിൽ ലത്തീഫ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പട്ടിക്കാടൻ ശൈലേഷ്, വാർഡ് അംഗം S ഹസീന, KK ജെയിംസ്, EK സുഹൈബ്, N ഉണ്ണീൻകുട്ടി, NK അബ്ദുൽ ഹമീദ് ആജി, EK അബ്ദുള്ള, KU തോമസ്, സപ്ലൈകോ മേഖലാ മാനേജർ VK ശശിധരൻ, O അബ്ദുൾ അസീസ് എന്നിവർ സംസാരിച്ചു. സപ്ലൈകോയുടെ മാവേലി സൂപ്പർ സ്റ്റോർ ഇന്ന് അതിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം ബഹുമാനനായ മന്ത്രി നിർവഹിക്കുകയാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം അല്പം വൈകിയാണ് തുടങ്ങിയത്. അതുകൊണ്ട് ഇത് കഴിഞ്ഞ് നമുക്ക് വണ്ടൂരിൽ തന്നെ ഓരൂരിൽ നമുക്ക് ഇതുപോലെ സൂപ്പർ സ്റ്റോറിന്റെ ഉദ്ഘാടനം മന്ത്രി പങ്കെടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ കൂടുതൽ കാര്യങ്ങളിലേക്കൊന്നും കടന്നു പോകുന്നില്ല. നമ്മെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള സിവിൽ സപ്ലൈസ് കോർപ്പറേഷന്റെ കീഴിലുള്ള ഔട്ട്ലെറ്റുകൾ അത് ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിക്കുക എന്നുള്ളത് അത്യാവശ്യമുള്ള ഒരു കാലഘട്ടമാണ് ഇന്ന്. കാരണം പൊതുവിപണിയിലൊക്കെ സാധനങ്ങൾക്ക് പച്ചക്കറികൾക്ക് പോലും വില കൂടുന്ന ഒരു സാഹചര്യത്തിൽ അതൊക്കെ പിടിച്ചു നിർത്താൻ കഴിയുന്നത് ഇത്തരത്തിലുള്ള സിവിൽ സപ്ലൈസ് കോർപ്പറേഷന്റെ ഇടപെടലുകൾ കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ മാവേലി സ്റ്റോറുകളും അതുപോലെ സൂപ്പർ സ്റ്റോറുകളും സിവിൽ സപ്ലൈസ് കോർപ്പറേഷന് കീഴിലുള്ള ഔട്ട്ലെറ്റുകളൊക്കെ ഏറ്റവും സജീവമായി കഴിഞ്ഞാൽ നമുക്ക് സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം അത് ഏറ്റവും ആശ്വാസം നൽകുന്ന കാര്യമാണ്. ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ പ്രദേശത്ത് ഒരു സൂപ്പർ സ്റ്റോർ, നിലവിലുള്ള സ്റ്റോർ മാവേലി സ്റ്റോർ സൂപ്പർ സ്റ്റോറായി മാറുമ്പോൾ കൂടുതൽ സൗകര്യങ്ങൾ നമുക്ക് ലഭ്യമാകും. തീർച്ചയായിട്ടും ആ ഒരു സൗകര്യം ഈ പ്രദേശത്തിന് കൂടി നൽകുന്നതിൽ താല്പര്യമെടുത്ത ബഹുമാനനായ മന്ത്രിയെ പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ട് നമ്മൾ ഇന്ന് മൂന്ന് ഔട്ട്ലെറ്റുകൾ സൂപ്പർ മാർക്കറ്റും സൂപ്പർ സ്റ്റോറുമാക്കി മാറ്റുന്ന ഒരു പരിപാടി നടക്കുന്ന ദിവസമാണ് ഇന്ന് BP അങ്ങാടിയിൽ ഒരു മാവേലി സ്റ്റോർ സൂപ്പർ സ്റ്റോറായിട്ട് പരിവർത്തനം നടത്തി ആയതിന്റെ ഉദ്ഘാടനം കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഭക്ഷ്യവകുപ്പ് മന്ത്രി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. വളരെ സന്തോഷത്തോടെ തന്നെ ബാക്കിയെല്ലാം വന്നല്ലോ. അരി ആവശ്യത്തിനുണ്ടല്ലോ. എത്ര ഐറ്റം അരി ഇപ്പോൾ ഉണ്ട്? ഇപ്പൊ നമുക്ക് 3 ഐറ്റം. ലംബാവലിയുടെ കുറവുണ്ട്, ജയമുണ്ട് അല്ലേ? ശരി. അല്ലെങ്കിൽ പഞ്ചസാറിന്റെ പ്രസിഡന്റ് 3 മാസം കൊണ്ട് എല്ലായിടത്തും കമ്പനിക്കാർ അഡ്വാൻസ് പൈസ ഹലോ
2 വർഷം